യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ചു കേൾക്കുകയും ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം. നാം വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോവുകയാണ്. ഈ നോമ്പിൻ്റെ നാളുകൾ നാം ധ്യാനിക്കുന്ന വിഷയങ്ങൾ ആത്മീയമായി നമ്മുടെ പുതുക്കത്തിന്, സാമൂഹികമായി, വ്യക്തിപരമായും നമ്മുടെ രൂപാന്തരത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ധ്യാനത്തിന് ആസ്പദമാക്കി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൻ്റെ 5-6 വാക്കുകൾ ഞാൻ വായിക്കട്ടെ. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ, തലയെ വേഴത്തെപ്പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരിലും വിരിച്ചു കിടക്കുക. ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്നത്, നോമ്പ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നാം രൂപാന്തരത്തോടെ ദൈവസന്നിധിയിലായിരിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ്. 2 ചിന്തകൾ പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നോമ്പിൻ്റെ രൂപാന്തരം എന്ന് പറയുന്നത് അത് വ്യക്തിപരമായ തലത്തിൽ നിന്നും സാമൂഹികമായ തലത്തിലേക്കുള്ള വളർച്ചയാണ്. പലപ്പോഴും നമ്മൾ നോമ്പിൽ വളരെ വ്യക്തിപരമായ ധ്യാനവും വ്യക്തിപരമായ രൂപാന്തരവും വ്യക്തിപരമായ ദൈവത്തോടുള്ള നമ്മുടെ ശിക്ഷണവും ഒക്കെ പഠിപ്പിക്കുന്നതായ സമയത്ത് ഈ വേദഭാവം വളരെ വ്യക്തമായി പറയുന്നു, നോമ്പ് അർത്ഥമുള്ളതാകുന്നത് അത് ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് വളരുമ്പോഴാണ്. നാം നോമ്പ് നോക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനത്തേക്കാൾ നമ്മുടെ സമൂഹത്തിന്, ചുറ്റുപാടുമുള്ള ആളുകൾക്ക്, നാം ജീവിക്കുന്ന പ്രകൃതിക്ക് എപ്രകാരം അത് രൂപാന്തരം വരുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് വി നീഡ് ടു ട്രാൻസ്ഫോം ദിസ് ലെൻഡ് ഫ്രം എ പേഴ്സണൽ ലെവൽ ടു എ കമ്മ്യൂണിറ്റി ലെവൽ. രണ്ടാമത്തെ ചിന്ത ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നോമ്പ് ഏറ്റവും അർത്ഥമുള്ളതാകുന്നത് നാം നോമ്പ് നോക്കുമ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ സമൂഹത്തിന് അത് ഏറ്റവും പ്രയോജനകരമായി തീരുമ്പോഴാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ നോമ്പ് അർത്ഥമുള്ളതാകുന്നത് പീഡിതനെ വിടുവിക്കുമ്പോഴാണ്. നമ്മുടെ നോമ്പ് അർത്ഥമുള്ളതാകുന്നത് ബന്ധനത്തിലുള്ളവരുടെ ബന്ധനങ്ങളെ അഴിക്കുമ്പോഴാണ്. നമ്മുടെ നോമ്പ് അർത്ഥമുള്ളതാകുന്നത് വിശക്കുന്നവന് നാം അപ്പം നൽകുമ്പോഴാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ രണ്ടാമത്തെ ചിന്തയായി ഞാൻ പങ്കുവയ്ക്കുന്നത്, ഈ നോമ്പ് അർത്ഥമുള്ളതാകുന്നത് ഈ നോമ്പിൽ നാം നോമ്പ് ആചരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. മാർത്തോമാ സഭയുടെ പരിസ്ഥിതി കമ്മീഷൻ കഴിഞ്ഞ 2 വർഷങ്ങളായി നോമ്പും പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി ചിന്തകളാണ് രൂപപ്പെടുത്തുന്നത്. ആദ്യ വർഷം കാർബൺ ലെൻഡ് എന്ന് നോമ്പ് നമ്മൾ അവതരിപ്പിച്ചപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ നമ്മോട് വന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ നോമ്പ് നോക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ നോമ്പ് നോക്കുന്നത് ഈ സമൂഹത്തിനു വേണ്ടിയാണ്. അപ്പോഴാണ് നോമ്പിൽ അർത്ഥവും അതിന് വ്യാപ്തിയും ഉണ്ടാകുന്നത്. കാർബൺ നമ്മൾ കുറയ്ക്കുമ്പോൾ അത് ഈ സമൂഹത്തിനും വ്യക്തിപരമായും സാമൂഹികമായും വളരെ അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് നോമ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എസ്പ്രിങ് എന്നാണ്. പൊട്ടിവിടരുന്ന ഒരു പുഷ്പത്തെ പോലെ നോമ്പ് അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം വളരേണ്ടത് വ്യക്തിപരമായ തലത്തിൽ നിന്നും സാമൂഹികമായ തലത്തിലേക്കാണ്. നാം നോമ്പ് നോക്കുന്നത് വ്യക്തിപരമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഈ സമൂഹത്തിന്, മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരാനാണ്. അത്തരത്തിൽ ഈ നോമ്പ് നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.